ഹലോ നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട OTT അപ്ഡേഷനുമായിട്ടാണ്. വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വരുന്ന ജൂൺ ജൂലൈ മാസം ധാരാളം ചിത്രങ്ങൾ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ആദ്യമായി നോക്കാൻ പോകുന്നത് ഇന്ന് OTT റിലീസ് ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെയെന്ന്. വീഡിയോയിലേക്ക് വരുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് OTT റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഒന്നാമത്തെ ചിത്രമാണ് സുന്ദർ സി, തമന്ന, യോഗി ബാബു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു അരൺമനെ 4. ചിത്രത്തിന് ഒരു മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയായിരുന്നു അരൺമനെ 4 എന്ന ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരുന്നത്. ചിത്രത്തിന്റെ OTT അവകാശങ്ങളൊക്കെ ടെൻറ്റ് എന്ന OTT പ്ലാറ്റ്ഫോമും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ്. ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ തമിഴിൽ മാത്രമല്ല തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷയിലും OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും എത്ര പേരാണ് ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരുന്നത്? തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ ചിത്രമാണ് അർജുൻ ദാസ് നായകനെത്തിയ തമിഴ് ചിത്രമായിരുന്നു രാസാവതി. ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏവരുമേറെ ആകാംക്ഷയോടെയായിരുന്നു ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരുന്നത്. രാസാവതി എന്ന ചിത്രം ഇപ്പോൾ മുതൽ സിംപ്ലി സൗത്തിലൂടെയും അതോടുകൂടി ആഹാ തമിഴ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെയും ലഭ്യമാണ്. എന്തായാലും എത്ര പേരാണ് ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരുന്ന്? തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ചിത്രമാണ് ഇപ്പോൾ തമിഴ് നായകനെത്തിയ തമിഴ് ചിത്രമായിരുന്നു PT സാർ. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. PT സാർ എന്ന ചിത്രം ഇപ്പോൾ മുതൽ ഇതാ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പടുക്കോൺ, അതോടുകൂടി കമൽഹാസൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തുന്ന വമ്പൻ ചിത്രമാണ് കൽക്കി. എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. കൽക്കി എന്ന ചിത്രം ജൂൺ 27 റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രം ഒരു പാൻ ഇന്ത്യൻ റിലീസാണ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. എത്ര പേരാണ് കൽക്കി എന്ന ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത്? തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് പൃഥ്വിരാജ്, അമല പോൾ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ആടുജീവിതം. ചിത്രത്തിന് ഒരു മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ആടുജീവിതം എന്ന ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT അവകാശങ്ങളൊക്കെ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെത്തും. ചിത്രം അടുത്ത മാസം OTT റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിനായി. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസ്, അനശ്വര രാജൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. ചിത്രത്തിന് ഒരു ആവറേജ് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരുന്നത്. ചിത്രത്തിന്റെ OTT അവകാശങ്ങളൊക്കെ ഇപ്പോൾ സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 5 ആയിരിക്കും സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന്റെ OTT റിലീസിനായി. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, നിഖില ബിമലൻ, യോഗി ബാബു, അനശ്വര രാജൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ഗുരുവായൂരമ്പല നടയിൽ. ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാത്തിരിക്കാം ചിത്രത്തിന്റെ OTT റിലീസിനായി. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ടൊവിനോ തോമസ്, ഭാവന, ബാലു വർഗീസ്, സൗബിൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു നടികർ. ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചില്ല. ആവറേജ്, ബിലോ ആവറേജ് അഭിപ്രായം മാത്രമാണ് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. എന്നാലും ഏവരുമേറെ ആകാംക്ഷയോടെയാണ് നടികർ എന്ന ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന
ജൂൺ മാസം 27 നെറ്റ്ഫ്ലിക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. കാത്തിരിക്കാം ചിത്രത്തിൻ്റെ OTT റിലീസിനായി. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് മമ്മൂട്ടി, രാജീവ് ബി ഷെട്ടി, അഞ്ജന ജയപ്രകാശ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ടർബോ. ചിത്രത്തിന് ഇപ്പോഴിതാ 28 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 36 കോടിക്കടുത്ത് കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ടർബോ എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിനായി കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട OTT സാറ്റലൈറ്റ് അപ്ഡേഷൻ പുറത്തുവന്നിരിക്കുകയാണ്. ആ അപ്ഡേഷൻ മറ്റൊന്നുമല്ല, ടർബോ എന്ന ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളൊക്കെ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയെന്നും ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റും സ്വന്തമാക്കിയെന്നും ചിത്രം ജൂലൈ മാസമായിരിക്കും ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുക. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസ്, അനശ്വര രാജൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. ചിത്രം വരുന്ന ജൂലൈ മാസം 5 ആയിരിക്കും സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുക. എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിൻ്റെ OTT റിലീസിനായി. അടുത്തൊരു അപ്ഡേറ്റ് ആണ് ദിലീപ്, ധർമ്മജൻ, ജോണി ആൻ്റണി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ. ചിത്രത്തിന് ഒരു ആവറേജ് മിക്സഡ് അഭിപ്രായം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഉടൻ തന്നെ മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായി. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ദിലീപ്, തമന്ന, ശരത് കുമാർ, സിദ്ദിഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ബാന്ദ്ര. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളൊക്കെ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായി. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് വിജയ് സേതുപതി നായകനെത്തിയ ചിത്രമായിരുന്നു മഹാരാജ. ചിത്രത്തിന് അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ മഹാരാജ എന്ന ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളൊക്കെ വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് എന്ന OTT പ്ലാറ്റ്ഫോമാണ് മഹാരാജ് എന്ന ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിനെ നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ദളപതി വിജയ് നായകനായി വരാക്കുന്ന വമ്പൻ ചിത്രമാണ് ഗോട്ട്. എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഗോട്ട് എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത്. ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ ഇപ്പോൾ സി നെറ്റ്വർക്ക് സ്വന്തമാക്കിയെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അതോടുകൂടി ഇപ്പോൾ ഇതാ ഗോട്ട് എന്ന ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾക്ക് റെക്കോർഡ് തുകക്കാണ് നെറ്റ്ഫ്ലിക്സ് എന്ന OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് അല്ലു അർജുൻ, ഫഹദ്, രേഷ്മിക എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി വരാനിരിക്കുന്ന വമ്പൻ ചിത്രമാണ് പുഷ്പ 2. എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് പുഷ്പ 2 എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ചിത്രം ഡിസംബർ 6 തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു വമ്പൻ റിലീസിന് തന്നെയാണ് പുഷ്പ 2 എത്തുന്നത്. എത്ര പേരാണ് പുഷ്പ 2 എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുന്നത്? തീർച്ചയായും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് നാദൃശ്യയുടെ സംവിധാനത്തിൽ അർജുൻ അശോകൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളൊക്കെ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും കാത്തിരിക്കാം ചിത്രങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റിനായി. നിങ്ങളുടെ ഇഷ്ട ചിത്രം ഏതാണെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ ബൈ.